എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ചെക്ക് ദ ക്വാളിറ്റി ഓഫ് വർക്ക് കംപ്ലീറ്റഡ്. അതായത് ഒരു വ്യക്തി ചെയ്ത് തീർത്ത കാര്യം എങ്ങനെയുണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം അയാൾക്ക് പുതിയ കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു പോയിന്റാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മളൊരു പുതിയ ഒരാളെ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ ഒരു കാലത്ത് എത്ര വലുതും ചെറുതായിട്ടുള്ള സ്ഥാപനത്തിലാണെങ്കിലും ഒരാൾ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത് ജോലിക്ക്. അപ്പം അങ്ങനെ എടുക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും അയാളൊരു സി വി നമുക്ക് കൊണ്ടുവരും. ആ സി വിയിൽ അയാൾ ചെയ്ത കാര്യങ്ങൾ, അയാളുടെ കഴിവുകൾ, അങ്ങനെ പല പല വിവരങ്ങളും ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ ആ സി വിയിൽ ചിലപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. എന്നാലും ആ ഒരു വ്യക്തിയെ നമ്മൾ ആദ്യമായിട്ട് ജോലിക്ക് എടുക്കുമ്പോൾ ഒരു പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും. എന്നുവെച്ചാൽ ഒരു കാലയളവ് ഉണ്ടാവും. ഈ പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ആയിരക്കണക്കിന് വർഷം മുമ്പ് ചാണക്യൻ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റാണ്. അത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് അന്നത്തെ കാലത്ത് അദ്ദേഹം പുതിയ ഒരാളെ ഒരു മന്ത്രി എന്നുള്ള വലിയൊരു സ്ഥാനത്തേക്ക് ആണെങ്കിൽ പോലും ധാരാളം കഴിവുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്നാലും നേരെ പെർമനൻ്റ് ആക്കില്ല. കുറച്ചു കാലം അദ്ദേഹത്തിന് കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുത്ത് അതെങ്ങനെ നിറവേറ്റുന്നു എന്നുള്ളത് വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ബോധ്യം വന്നാൽ മാത്രമേ അദ്ദേഹം ആ ഒരു വ്യക്തിയെ പെർമനൻറ്റ് സ്റ്റാഫാക്കി മാറ്റാറുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ പ്രസ്ഥാനത്ത് വ്യക്തികളെ നമ്മൾ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാര്യം ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം അവർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്ത് തീർത്ത കാര്യങ്ങളുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നത് കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ജോലി, ഒരു വലിയൊരു ജോലി അല്ലെങ്കിൽ വലിയൊരു ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കാവൂ എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു നേതാവിനും എടുക്കേണ്ട ഒരു തീരുമാനമാണ് അത്. വലുതോ ചെറുതായിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും ഒരാളെ നമ്മളൊരു കാര്യം ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് നമുക്ക് ബോധ്യം വന്നാൽ തീർച്ചയായിട്ടും അത് ഏൽപ്പിക്കാം. പക്ഷെ അത് വെറുതെ ഒരു പേപ്പറിൽ എഴുതി വെച്ചത് കൊണ്ട് മാത്രം ആകുന്നില്ല. അത് കണ്ട് അനുഭവിച്ച് നമുക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അയാളെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഏൽപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അപ്പം നമ്മുടെ സ്ഥാപനത്തിൽ പുതിയൊരു വ്യക്തി എടുക്കുമ്പോൾ നമുക്ക് ചിന്തിച്ച് നോക്കേണ്ട വളരെ വലിയൊരു പോയിന്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ രീതിയിൽ പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റും കൂടെ ഓർമ്മയിലിരിക്കട്ടെ. അതുവഴി ആ ആളുകളുടെ കഴിവ് അവർക്ക് തെളിയിക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഉയരാനുള്ള ഒരു അവസരം കൂടെ നമുക്ക് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.